ഓപ്പൺ ഫോറത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഓപ്പൺ ഫോറത്തിൽ അതിഥികളായി എത്തുന്നത് സ്ഥാനാർത്ഥികളാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് UDFിൻ്റെ കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ കെ സുധാകരനാണ്. സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തൊരു വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? പ്രചരണ പ്രവർത്തനം ഭംഗിയായി മുമ്പോട്ട് പോകുന്നു. പ്രചരണം നമ്മളിൽ ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. ഇനിയിപ്പോൾ ജനങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. പ്രാദേശിക തലങ്ങളിൽ നല്ല ഊർജ്ജസ്വലമായ പ്രചരണം നടക്കുന്നുണ്ട്. ഇത്തിരി ഞാൻ ഇതിൻ്റെ ഒരു വർക്കിലേക്ക് വരാൻ കുറച്ച് വൈകിയിരുന്നു. ടീച്ചറൊക്കെ നേരത്തെ വന്നപ്പം അതിൻ്റെ ഒരു പോരായ്മ നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ഓവർകം ചെയ്തു. സോ ഇറ്റ്സ് ഗോയിങ് ഫോർ. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പാർലമെന്റ് തലത്തിൽ ഇക്കുറി UDF മുന്നോട്ട് വെക്കുന്നത്? വികസന പ്രവർത്തനം ഒരു നിയോജക മണ്ഡലം തലത്തിൽ UDF മുൻപോട്ട് വെക്കുന്ന പതിവില്ല. അതൊരു നാഷണൽ മാനിഫെസ്റ്റോ ഇറക്കും, സംസ്ഥാന തലത്തിൽ ഒരു മാനിഫെസ്റ്റോ ഇറക്കും. അതിനപ്പുറത്തൊരു കോൺസ്റ്റൻസി വൈസ് ഒരു മാനിഫെസ്റ്റോ ഇറക്കുന്ന പതിവ് UDFിനില്ല, മറ്റേത് പാർട്ടിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ പാർലമെൻറ്റ് കോൺസ്റ്റൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനത്തിന് സാധ്യതകളുണ്ട്. നമ്മൾ നേരത്തെ വർഷങ്ങളായി കണ്ണൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമകരമായ ജോലിയിലായിരുന്നു. അപ്പോൾ എയർപോർട്ടും കൂടെ വന്നതോടുകൂടി അത് ഏതാണ്ടങ്ങ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ അഴീക്കൽ തുറമുഖം ബാക്കി കിടക്കുന്നു. അഴീക്കൽ തുറമുഖം കൂടെ എയർപോർട്ട് പോലെ ഒന്ന് ഫിനിഷ് ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ജില്ലക്കുണ്ടാകാവുന്ന ഒരു വ്യാവസായിക പുരോഗതി ഈ നാടിനെ വളരെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹൈവേയുടെ ഡെവലപ്മെൻറ്റ്സ് അത് കംപ്ലീറ്റ് പൂർണ്ണമാക്കണം. ഒരുപാട് വർഷങ്ങളായി തുടങ്ങി വെച്ചിട്ട് രണ്ടിലൊന്ന് നടത്തണം. ഒന്നുകിൽ നടത്തും അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആ പ്രവർത്തനം പൂർത്തിയാക്കണം. അതുപോലെ തീരദേശ ഹൈവേയുടെ പ്രവർത്തനവും വളരെ കുറഞ്ഞ രീതിയിലേ നടന്നിട്ടുള്ളൂ. മലയോര ഹൈവേ പിന്നെയും കുറേ നടന്നു. അപ്പോൾ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നമ്മുടെ NH17, നമ്മുടെ അഴീക്കൽ തുറമുഖം, അതോടനുബന്ധിച്ച് 2025 എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് റോബോട്ടോ യുഗമാണെന്നാണ്. അപ്പോൾ ലോകം റോബോട്ടോ യുഗത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കും അതിൻ്റെ പുറകെ പോകണമല്ലോ. അപ്പോൾ സ്വാഭാവികം അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ എന്ന നിലയ്ക്ക് കൊച്ചു കേരളത്തിന് മുൻപോട്ട് പോകണം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കോൺസ്റ്റൻസിയിലൊക്കെ ഉണ്ടാകാവുന്ന പഠിക്കാൻ സമർത്ഥരായ കുട്ടികൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. റോബോട്ടോ യുഗത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂത്ത് മൈൻഡ് സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ആ സൊസൈറ്റി അതിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ പുതിയ നല്ല നവീനമായ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്റ്റാൻഡേർഡായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒരു MP എന്ന നിലക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഐ വിൽ ഡു ആസ് ഐ ക്യാൻ. സ്വാഭാവികമായും ഭരണത്തിൻ്റെ ഒരു പിൻബലമുണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കൂ. നമ്മളെ ഒപ്പോണന്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് MPയുടെ കോൺസ്റ്റൻസിയിലേക്ക് വികസന പ്രവർത്തനം കൊടുക്കുന്നത് സ്വാഭാവികമായി അങ്ങനെ ഒരു പതിവില്ല. കഴിഞ്ഞ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് UDFിന് അനുകൂലമായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ I think that I can do a lot in this developments of my constituency. ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കെ സുധാകരൻ വെറുമൊരു MP ആവില്ല എന്നുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ആവാതിരിക്കാം. അതൊന്നും ഇപ്പം ഞാൻ ബോധർ ചെയ്യുന്ന ഒരു വിഷയമല്ല. Now I fight for getting an MP post to support Rahul Gandhi to make when he form a government. So I have to support him. ദേശീയ തലത്തിൽ LDF കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത്. വിജയിച്ചാലോ ഇല്ലെങ്കിൽ എനിക്ക് നേരിട്ട് വോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള പിൻബലം ഉണ്ടാക്കാൻ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അതിൻ്റെ ഒരു പ്രതിനിധി പോകണമെന്നേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എൻ്റെ MP അല്ല. എൻ്റെ ലക്ഷ്യം കേന്ദ്രത്തിൽ ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് വരിക അണ്ടർ ഓസ്പീസസ് ഗൈഡൻസ് ഓഫ് രാഹുൽ ഗാന്ധി. ഇപ്പം ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് പ്രത്യക്ഷമായോ പരോക്ഷമായോ അംഗീകരിച്ചിരിക്കുന്നു. വളരെ ന്യൂമറിക്കലി വെരി നെഗ്ലിജിബിൾ പെർസെൻറ്റേജാണ് എതിർക്കുന്ന ശക്തി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, ഒപ്പോസിഷൻ പ്രതിപക്ഷത്തിന് ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധി ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. രാഹുൽ ഗാന്ധി ആ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് ഉണ്ടെങ്കിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് എൻ്റെ അർഹതപ്പെട്ട വിഹിതം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് 100% പ്രതീക്ഷയാണ്. ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ UDF ഉണ്ടാവുന്ന ഊർജ്ജം കേരളത്തിലെ കോൺഗ്രസിനെ അത്ര മുഖവിലക്കെടുക്കാനും വിശ്വസിക്കാനും കേരളത്തിലെ കോൺഗ്രസ് വളർന്നു എന്നതിൻ്റെ തെളിവല്ലേ. സാധാരണ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിജക്റ്റഡ് ഏരിയല്ലേ.
മദ്രാസി എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ഉത്തരേന്ത്യൻ ചിത്രം മാറിയല്ലേ? അവിടെയുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും മത്സരിക്കാനും വിശ്വാസത അർപ്പിക്കാനും സാധിക്കുന്ന ഒരു പാർട്ടി സംഘടനാ ശേഷി കേരളത്തിലെ കോൺഗ്രസിനുണ്ടെന്ന് അഖിലേന്ത്യാ നേതൃത്വം അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമുക്ക് വി പ്രൗഡ് ഓഫ് ഇറ്റ്. വർഗീയത ഉയർത്തിക്കൊണ്ട് വരികയും അതുപോലെ വനിതാ മതിൽ പോലുള്ള സംസ്ഥാനങ്ങൾ ജാതീയത ഉയർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു ആരോപണമുണ്ടല്ലോ, അത് എത്രത്തോളം? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വനിതാ മതിൽ അവർ ചെയ്തത് വലിയ ബ്ലണ്ടറായിരുന്നു, പൊളിറ്റിക്സിൽ വലിയ ബ്ലണ്ടറാണ്. ഇനി അതാണ് അവരുടെ കാഴ്ചപ്പാടെങ്കിൽ പോലും അവർ പുറത്തത് കാണിക്കാൻ പാടില്ല. അവർക്ക് അതിനകത്തൊരു ജാതീയത ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പുറത്തെന്തായാലും പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് ഉണ്ടാവാം ഒരു ലക്ഷ്യം ഉണ്ടാവാം, ആ ലക്ഷ്യം എന്തോ ആവട്ടെ. പക്ഷെ വനിതാ മതിൽ കെട്ടുന്നത് ഒരു സമുദായത്തിന് മാത്രം ആളുകളെ വിളിച്ചു കൊണ്ടാന്ന്, ഹിന്ദുക്കളെ മാത്രം വിളിച്ചു കൊണ്ടാന്നൊരു വനിതാ മതിൽ കെട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു റിഫർമേഷൻ അല്ലെങ്കിൽ റെനൈസാൻസ് അതിൻ്റെ ഒരു ഭാഗമേ ആവുന്നില്ലല്ലോ, ഒരിക്കലും ആവുന്നില്ലല്ലോ. അതൊരു കാസ്റ്റ് ബേസ് അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റി വൈസ് ഒരു ആക്ടിവിറ്റീസ് എന്നതിനപ്പുറത്ത് ഒരു പൊതുവായ സ്ത്രീകളെ ഉദ്ധരിക്കാനോ സ്ത്രീ നവോത്ഥാനമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? സ്ത്രീ എന്ന് പറയുന്നത് വെറും ഹിന്ദുക്കളാണോ? മുസ്ലിങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും ഇല്ലേ ഇവിടെ മതങ്ങൾ? അപ്പോൾ ക്രിസ്ത്യാനി ഒരു ജെൻഡർ ഇതല്ലെങ്കിലും വയസ്സെങ്കിലും സ്ത്രീകളെ മൊത്തം ഒരുമിച്ച് കാണണ്ടേ? എല്ലാ മതത്തിനും അതീതമായി, എല്ലാ ജാതിക്കും അതീതമായി. അത് കാണാത്തത് വളരെ ചെറിയ മനസ്സും ചെറിയ കാഴ്ചപ്പാടും ആയതുകൊണ്ടാണ്. ഈ ശബരിമല വിഷയത്തിൽ അത് പ്രചരണായുധമാക്കാൻ പാടില്ല എന്ന് കറക്റ്റായ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ടും സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കൾ അത് പ്രചരണ വിഷയം ശബരിമല സംഭവിക്കാൻ പാടില്ല എന്നല്ല കമ്മീഷൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ പേരിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞ കറക്റ്റ് വെർഷനാണ്, തെറ്റൊന്നും പറയാനില്ല. ദൈവത്തിന്റെ പേര് വോട്ട് ചോദിക്കുന്നത് മതേതരത്വമല്ല, അതുകൊണ്ടാണ് മതേതരത്വത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വോട്ട് ചോദിക്കാം. അതുകൊണ്ട് ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ എവിടെയും ഏകപ്പിക്കാൻ പാടില്ല, എവിടെയും പരാമർശിക്കാൻ പാടില്ല എന്നൊന്നും ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞിട്ടില്ല, കോടതിയും പറഞ്ഞിട്ടില്ല. കൃത്യമായി ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണം മാറിയത് അയോധ്യയും ബാബറി മസ്ജിദ് ചൂണ്ടിക്കാട്ടിയിട്ടാണെന്ന് ഓർമ്മ വേണം. ഉത്തരേന്ത്യയില് BJP വളർന്നു വന്നത് അയോധ്യ ഉയർത്തിപ്പിടിച്ചിട്ടാ. അപ്പോൾ 10-15 വർഷക്കാലം അയോധ്യ ഒരു ആയുധമായി, രാഷ്ട്രീയ ആയുധമായി വിനിയോഗിച്ച് പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിക്കുന്ന മോഡി ഭരിക്കുന്ന ഇന്ത്യക്കകത്ത് ഒരു ശബരിമലയിലെ വിഷയം അത് പരാമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആര് അത് അംഗീകരിക്കും? പരാമർശിക്കാൻ പാടില്ല എന്നല്ല സുരേഷ് ഗോപി നേരിട്ട് ഗോപി പറഞ്ഞത് ഒരുപക്ഷെ തെറ്റാണ്. പക്ഷെ ശബരിമല വിഷയത്തിന്റെ അകത്ത് BJP എടുത്ത കപട നാടകവും CPM എടുത്ത ഒരു സപ്രഷൻ മൈൻഡും അമർത്തുക, ശബരിമല ഒന്ന് തകർക്കുക, അതിനെ ഒന്ന് ഇടിവ് കാണിക്കുക, അതാണ് സത്യത്തിലെ അജണ്ട. വേറെന്താ അതിന്റെ അദ്ദേഹം പറയുന്നത് കോടതി വിധിയാണ്. കോടതി വിധിയുള്ള എത്ര വിധികൾ ഇപ്പോൾ ബാക്കി കിടക്കുന്നുണ്ട്, ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലല്ലോ. എന്തേ ഇത് മാത്രം ഇത്ര സാഹസികമായി 15,000 പോലീസുകാരെയൊക്കെ വെച്ച് പാർട്ടി കേഡേഴ്സിനെയൊക്കെ വിട്ട് ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ട് തൊഴിപ്പിക്കണമെന്ന് പിണറായി വിജയൻ വാശി പിടിക്കേണ്ട കാര്യം എന്താ? അതിനേക്കാൾ വാശി പിടിക്കേണ്ട വേറെ എത്രയോ കാര്യങ്ങൾ കേരളത്തിൽ പിടിച്ചില്ലല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഹാവ് എൻ അജണ്ട, ഒരു പൊളിറ്റിക്കൽ അജണ്ട പുള്ളിക്കുണ്ട്. ആ അജണ്ട ശബരിമല തകർക്കുക എന്നതാ. ശബരിമല തകർക്കുക എന്ന് പറയുന്നത് അറിയാലോ, വിശ്വാസികൾക്ക് അവിശ്വാസികളാണ്. ഒന്ന്, ശബരിമലക്കകത്ത് അവിശ്വാസികളുടെ ഡയറക്ടർ ബോർഡ്, അതിന്റെ എന്താ പറയാ, ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് തന്നെ അംഗീകരിക്കാൻ പറ്റും. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനെ ദേവസ്വം ബോർഡ് അംഗമാക്കി ദേവസ്വം ഭരിപ്പിക്കുക, ദൈവത്തിന്റെ അമ്പലം അത് പരിപാലിക്കുന്നതിന് അവിശ്വാസികളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവിക ചിന്തക്കെതിരാണ്. സത്യത്തിൽ അത് ഒരു പുനഃപരിശോധന നടത്തേണ്ടത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഡെഫിനറ്റായി ഞങ്ങളത് പുനഃപരിശോധിക്കും. വിശ്വാസികൾക്കല്ലാതെ, അല്ലെങ്കിൽ അവർ വിശ്വാസികളാണെന്ന് അവർ തെളിയിക്കണം. അവിശ്വാസികളുടെ കയ്യിൽ ഒരു ക്ഷേത്രഭരണം ഏൽപ്പിക്കുന്നത് കുറുക്കന്റെ കയ്യിൽ കോടിനെ കൊടുക്കുന്നതിന് സമയമല്ലേ? അപ്പൊ ശബരിമല തകർക്കാൻ പിണറായി വിജയന്റെ അജണ്ടയാണ്. അപ്പൊ അത് നമുക്ക് ജനങ്ങളോട് പറയണ്ടേ? പിന്നെ സുപ്രീം കോടതി വിധി റിപ്പൽ ചെയ്യാൻ, ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്ന അധികാരം കയ്യിലിരിക്കുന്ന BJP അവരെന്തിനാ അവിടെ കലാപുണ്ടാക്കാൻ പോയേ? അവർക്ക് നരേന്ദ്രമോദിയെ കണ്ട് രജിസ്ട്രേഷൻ നടത്തി ഈ സുപ്രീം കോടതി വിധി റിപ്പൽ ചെയ്താൽ പോരെ? നമ്മളിപ്പോൾ നേരത്തെ രാജീവ് ഗാന്ധി ചെയ്തില്ലേ? പിന്നെ എന്താണ് ശരിയത്ത് നിയമം വന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? നിയമം അമെൻഡ് ചെയ്തു, ഭരണഘടനാ ഭേദഗതി ചെയ്തു, എന്നിട്ടത് ഇനാക്ട് ചെയ്ത് കൊടുത്തില്ലേ? അങ്ങനെ ഇവർക്കും ചെയ്യാലോ. ഇവരെന്തിന് ശബരിമലയിൽ വന്ന് കലാപുണ്ടാക്കി? ഇവരെന്തിന് പോലീസിനെ ആക്രമിക്കാൻ പോയി? ഇവരെന്തിന് ബസ്സടിച്ച് തകർത്തു? ഇവരെന്തിന് ഭക്തജനങ്ങളെ ആക്രമിച്ചത്? അപ്പോ മാധ്യമപ്രവർത്തകരെ വരെ ആക്രമിച്ചൊരു സംഭവം ഉണ്ടായി അവിടെ. അത് BJPയുടെ ഭാഗത്ത് വലിയ തെറ്റാണ്. വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് മാത്രം. അതെ, ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഒരു കള്ളക്കളി കളിച്ചു. അത് അനിശ്ചിതമായി അതിനു മുമ്പേ സേതരപ്പിള്ള പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത് കാര്യം മനസ്സിലായി. ഇത്
ഇതൊരു സുവർണാവസരമാണ്. അയോധ്യ കിട്ടിയ പോലെ ഇതൊരു സുവർണാവസരമാണ് ശബരിമല എന്നാണ് ശ്രീധരൻപിള്ള ലക്ഷ്യം വെച്ചത്. കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് മാത്രം. നടത്തിയിരിക്കുന്നു. സ്വാഭാവികം. അതിൽ പിന്നെ അവരുടെ കുറ്റമൊന്നും പറയുന്നില്ല. ഒരു പാർട്ടി എന്ന നിലക്ക് അവരൊരു സീറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ബ്ലെയിം ചെയ്യാനൊന്നും പോകുന്നില്ല. അവർക്ക് ജനപിന്തുണയുണ്ടോ അതൊക്കെ. സുരേഷ് ഗോപി താരതമ്യേന രാഷ്ട്രീയ പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ പുൽവാമ ആക്രമണത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ, അത് ചെയ്യാൻ പാടില്ലല്ലോ. മാത്രമല്ല, ഒരു യുദ്ധം ചെയ്താൽ പത്രസമ്മേളനം നടത്തുന്ന പ്രധാനമന്ത്രി ആരാണ്? ഈ ലോകത്തേടെങ്കിലും ഒരു യുദ്ധം നടത്തിയാൽ ഉപയോഗിച്ച ആയുധം ഇതാണ്, ഇന്ന മാർഗത്തിൽ പോയത്, ഇന്ന വെപ്പൺസ് ഉപയോഗിച്ചു, ഇന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു, ഇന്ന പ്ലാറ്റൂൺ സമരത്തിനകത്ത് പങ്കെടുത്തു എന്നൊക്കെ പത്രസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞത് അല്പത്തമാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാളെ ബോധിപ്പിക്കാൻ നടത്തുന്ന പരിഹാസ്യമായ ശ്രമമാണ്. ഒരു ഭരണകൂടവും ഒരു ഗവൺമെന്റും ഒരു ഭരണാധികാരിയും അത് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ എത്രയോ ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ കിഴക്കൻ ബംഗ്ലാദേശ് പിടിച്ചിട്ടില്ലേ? ഇന്ദിരാഗാന്ധി പത്രക്കാരെ കണ്ടിരുന്നു, പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് റിസൾട്ട് അത് വി വിൽ ഷോ. അത്ര തന്നെ, അതല്ലാതെ വേറെ എന്താ മാർഗം? ഈ അല്ല, അതിപ്പോൾ പറയാ CPM ഏതായാലും BJPയുമായും BJPയുടെ പൂർവികരായ ജനസംഘമായും പാർട്ടി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അറിയാലോ, പിണറായി വിജയൻ കൂത്തുപറമ്പ് MLA ആവുന്നത് RSSകാരൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ്. അതിന് പകരം അവിടെ KG മാരാർക്ക് മഞ്ചേശ്വരം വോട്ട് ചെയ്തു കൊടുത്തു. അതെല്ലാ ആളുകൾക്കും അറിയാം. അന്നൊരു 9 സീറ്റിൽ CPMും അന്നത്തെ ജനസംഘവും തമ്മിൽ ധാരണയായിരുന്നു. ആ പാരമ്പര്യമൊക്കെ പിണറായി വിജയനും CPMനും മാത്രമാണ്. അവസരത്തിനൊത്ത് കൂട്ടുകൂടാത്ത ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ ഭൂമണ്ഡലത്തിൽ CPMനില്ല. അവരെ തൊട്ടാൽ ഇടതുപക്ഷം, അവരെ തൊട്ടില്ലെങ്കിൽ വലതുപക്ഷം എന്ന് പറഞ്ഞ് മുദ്രകുത്താണ്. അവർ പിടിക്കാത്ത പാർട്ടി ഏതാ? ഇവർ PDP ആയിട്ട് വോട്ട് ഷെയർ ചെയ്തില്ലേ? ഇവരെ SDP ആയിട്ട് ഇവർ ഇലക്ഷൻ ഷെയർ ചെയ്തില്ലേ? ഇവർ ആരും ഷെയർ ചെയ്യാത്തത്? അദ്ദേഹം നമ്മളെ സുന്നി മുസ്ലിം നമ്മളെ കാന്തപുരത്തിൻ്റെ മതവുമായിട്ട് രാഷ്ട്രീയ സഖ്യം ചെയ്തില്ലേ? എല്ലാവരും സംഘം ചെയ്തല്ലേ? അധികാരങ്ങൾ നേടിയെടുക്കാൻ ഏത് വൃത്തികെട്ട മാർഗവും അദ്ദേഹം സ്വീകരിക്കുക. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്നാണ് CPMന്റെ തത്വശാസ്ത്രം. അതുകൊണ്ട് മാർഗം എന്തു ആവാം, ലക്ഷ്യം വരനാണ്, വരണത്തിൽ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെയും പിടിക്കാമെന്നാണ് അവരെ പ്രിൻസിപ്പൽ. നമുക്കതല്ല, നമുക്ക് ലക്ഷ്യം പോലെ തന്നെ മാർഗവും പരിശുദ്ധമാകണം. അക്രമ രാഷ്ട്രീയമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി? അക്രമ രാഷ്ട്രീയം നന്നായി പറയുന്നുണ്ട്. അക്രമ രാഷ്ട്രീയം നന്നായി ആളുകൾ ചെവിക്കൊള്ളുന്നുണ്ട്. ബംഗാളിൽ അക്രമ രാഷ്ട്രീയം കൊണ്ട് പുറത്താക്കിയ, ത്രിപുരയിൽ അക്രമ രാഷ്ട്രീയം കൊണ്ട് CPMനെ പുറത്താക്കിയ കഥകളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുന്നുണ്ട്. ഇനി കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അക്രമം നടത്തി കള്ളവോട്ട് ചെയ്ത് ജനഹിതം അട്ടിമറിക്കുന്ന CPMനെ പുറത്താക്കുന്നില്ലെങ്കിൽ ഈ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ നാണിച്ച് തലതാക്കേണ്ടി വരും. അപരന്മാർ എത്രത്തോളം? അപരന്മാർ വലിയ പ്രശ്നമൊന്നും ആവില്ല. ഇത്തവണ അത് മതി. കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ K സുധാകരനാണ് നമ്മുടെ കൂടെ ഇന്നിവിടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നന്ദി. എല്ലാവിധ വിജയാശംസകളും.